ഇതിപ്പോൾ 30 PS കൂടുതലാണ് ഉണ്ടാക്കുന്നത്. ഓൾമോസ്റ്റ് 188 bhp ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാണ്ട് പൊട്ടിക്കാൻ എന്തൊരു ടെക്നിക്ക് ഉണ്ടല്ലോ. What's happening people, this is Kochi Machan and welcome back to another vlog. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു Kia Seltos ആണ്, GT ലൈൻ വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതും നമ്മളൊരു ടൈഗൂണും കൂടെ നമ്മൾ ഡ്രാഗ് റേസ് ഒക്കെ നടത്തിയിട്ടുണ്ടായി. പക്ഷേ ഇപ്പോൾ ഈ വണ്ടി സ്റ്റോക്ക് അല്ല. ഇതിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് മാപ്പിംഗ് ചെയ്തിട്ടുണ്ട്, ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എയർ ഫിൽറ്ററൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രണ്ടിൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ കണ്ട് പരിചയമുള്ളൊരു ഡിസൈൻ തന്നെയാണ് നമ്മുടെ Kia Seltosൻ്റെ. ആ ഒരു ഫുൾ LED ഹെഡ് ലാംപ്സ് ആണ്, ഇവിടെ ഫോഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഈ DRLs ഇവിടെ സെൻറ്റർ വരെ വന്നിട്ടുണ്ട്. ഇതിൽ 360 ഡിഗ്രി ക്യാമറ ഉണ്ട്, GT ലൈനാണ്. അപ്പോൾ 360 ഡിഗ്രി ക്യാമറ വിത്ത് ADAS ലെവൽ 2 ഫീച്ചറാണ്. ADAS ലെവൽ 2 ലെയിൻ അസിസ്റ്റ്, പിന്നെ നമുക്ക് സ്മാർട്ട് ക്രൂസ് കൺട്രോൾ, അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഫുൾ ബ്ലാക്ക്ഡ് ആയതുകൊണ്ടുണ്ടല്ലോ വണ്ടി ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് സത്യം പറഞ്ഞാൽ. അതുകൂടാണ്ട് 18 ഇഞ്ച് വീൽസ് നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത്. പിന്നെ ഡിസ്ക് ബ്രേക്കാണ്, നമുക്ക് 4 ഡിസ്ക് ബ്രേക്കാണ്. ഫ്രണ്ടിലും നമുക്ക് ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്, റിയറിലും ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സൈഡ് വ്യൂ മിറേഴ്സ് ഇട്ടോ. അതിൻ്റെ അടിയിൽ കാണാൻ കേട്ടോ ഒരു ക്യാമറ. ഇത് 360 ഡിഗ്രി ക്യാമറയുടെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ, കണ്ടോ, എന്നെ വരെ ക്ലിയർ ആയിട്ട് ഇതിൻ്റെ അകത്ത് കാണാം. ഗ്രഫീൻ കോട്ടിങ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും തിളങ്ങി കുട്ടപ്പനായിട്ട് ഈ വണ്ടി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് സൈഡിൽ നിന്നുള്ള വ്യൂ കേട്ടോ. സൈഡിൽ നിന്ന് നമുക്ക് ഇതൊക്കെ ഡീക്രോം ചെയ്തിട്ടുണ്ട്. ഈ ഭാഗങ്ങളും ഇവിടെയൊക്കെ ഡീക്രോം ചെയ്ത് ഭാഗങ്ങളൊക്കെ കുറച്ച് ഡീക്രോം ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ഡീക്രോം ചെയ്തിട്ടുണ്ട്. നമുക്ക് അലോയ് ഒരു ഡയമണ്ട് കട്ട് ഫിനിഷ് പോലെയാണ് അലോയിൽ വന്നേക്കുന്നത്. അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രസമുണ്ട് അത് കാണാൻ. ഇതാണ് നമ്മുടെ ആ ഒരു ഫ്യൂൽ ഫില്ലിംഗ് ഏരിയ. ഇതാണ് ആ റിയറിലെ ആ സെഷൻ. നമുക്ക് ബാക്കിലോട്ട് പോകാം. ആ ഒരു ടെയിൽ ലാമ്പ് കേട്ടോ. രാത്രി കാണുമ്പോൾ ഇത് ശരിക്കും ഇവിടം വരെ ലൈറ്റ് ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ രാത്രി കാണുമ്പോൾ ഒറ്റ പീസായിട്ട് തോന്നും. ഇതാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ. ഇത് അതാണ് നമ്മുടെ റിവേഴ്സ് ലാമ്പ് വരുന്നത് താഴത്താണ്. പിന്നെ ഡീക്രോം ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഡീക്രോം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡീഫോഗർ കാണാൻ പറ്റും. റിയർ വൈപ്പർ ഉണ്ട്. ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലൈറ്റ്സ്. ഈ ഒരു നമ്മുടെ ഡിഫ്യൂസർ അല്ലെങ്കിൽ റിയർ സ്കിഡ് പ്ലേറ്റ് അവർ ഡീക്രോം ചെയ്തിട്ടുണ്ട്. ഡുവൽ ടിപ്പ് എക്സോസ്റ്റ് സ്റ്റോക്ക് തന്നെ വന്നത്. പക്ഷേ ഈ സ്റ്റോക്ക് ഡുവൽ ടിപ്പ് എക്സോസ്റ്റ് അതേപോലെ കീപ്പ് ചെയ്തിട്ടാണ് ഇതിനൊരു വാൽവട്രോണിക് ചെയ്തേക്കുന്നത്. റിയറിൽ നമുക്ക് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. റിയറിലൊരു ക്യാമറയും കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് യെസ്, ഇതാണ് വണ്ടി. ഇതാണ് വണ്ടിയുടെ ഓവറോൾ ലുക്ക് നോക്കാൻ പോയാൽ. ഞാൻ നിങ്ങൾക്ക് എൻജിൻ റൂം ഒന്ന് കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. ഈ ORVMസിലൊക്കെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷനും അതിൻ്റെ ഇൻഡിക്കേറ്റർ ഇവിടെ പുറത്ത് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. യെസ്, ഇതാണ് ആ 1.5 ലിറ്റർ എൻജിൻ കേട്ടോ. 1.5 ലിറ്റർ ടെർബോ ചാർജർ 158 PS ആണ്. 253 Nm ഓഫ് ടോർക്കാണ് സ്റ്റോക്ക് ഉണ്ടാക്കുന്നത്. നമുക്കിതിൽ സ്റ്റോക്ക് റീപ്ലേസ്മെൻറ്റ് BMCയുടെ എയർ ഫിൽറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 30 PS കൂടുതലാണ് ഉണ്ടാക്കുന്നത്. ഓൾമോസ്റ്റ് 188 bhp ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാണ്ട് 330 Nm ഓഫ് ടോർക്കും ഈ ഒരു വണ്ടി ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ പവർ ഫിഗേഴ്സ് ഇപ്പോൾ നോക്കാൻ പോയാൽ. നമുക്ക് BMCയുടെ സ്റ്റോക്ക് റീപ്ലേസ്മെൻറ്റ് ഫിൽറ്ററാണ്. അത് നമുക്ക് സ്റ്റോക്കിൽ തന്നെ നമുക്ക് ആ ഒരു സ്റ്റോക്ക് പോലെ ഇരിക്കും. പക്ഷേ അതിൻ്റെ പോഴ്സ് കൂടുതലായിരിക്കും, കൂടുതൽ എയർ ഇൻടേക്കിന് വേണ്ടി. അത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇൻറ്റീരിയർ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ ഉള്ളിൽ കയറാം. ഇവിടെ നമുക്ക് കാണുന്നത് കീലെസ് എൻട്രിയും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ വണ്ടി ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ. വലിയൊരു ഇൻഫോർടൈൻമെൻറ്റ് 10.25 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാണാം. നമുക്ക് ഡ്രൈവർ സൈഡും ആ ഒരു വലിയൊരു ഡിസ്പ്ലേ, ഒരു സിംഗിൾ ഡിസ്പ്ലേ പോലെ ഇട്ടേക്കണേ. ഇതിൽ എക്സ്ട്രാ പാഡിൽ ഷിഫ്റ്ററിൻ്റെ എക്സ്റ്റൻഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. GT ലൈൻ ബാഡ്ജിങ് വരുന്ന ഒരു സ്റ്റിയറിംഗ് ആണ്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ്. നല്ല രസമുണ്ട്, പിടിച്ചിരിക്കാനൊക്കെ അടിപൊളിയാണ്. ബോസിൻ്റെ സൗണ്ട് സിസ്റ്റമാണ്. പക്ഷേ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ. ഡ്രൈവർ സീറ്റ് മാത്രമാണ് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ. 7 സ്പീഡ് DCT ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷനാണ് ഇതിന് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ട്, ബോത്ത് ഡ്രൈവർ സൈഡ് ആൻഡ് പാസഞ്ചർ സൈഡ്. നമുക്ക് 360 ഡിഗ്രി ക്യാമറ, പാർക്കിംഗ്, പിന്നെ ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് ആണ് ഇതിന് വന്നേക്കുന്നത്. ഓട്ടോ ഹോൾഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് മോഡ്സ് ഉണ്ട്, 3 മോഡ്സ് ഉണ്ട്. 3 ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. ഇപ്പോൾ ട്രാക്ഷൻ നമുക്ക് സ്നോ, മഡ്, സാൻഡ് ഇടാം. പിന്നെ ഡ്രൈവ് മോഡ്, എക്കോ, സ്പോർട്ട്, നോർമൽ. കണ്ടോ, അതിലെല്ലാത്തിലും അതിൻ്റെ ആ ഒരു ഇത് മാറുന്നുണ്ട്. ആൻഡ് ഇതിൽ Kia Connect, ഇതിൽ കണക്ടിവിറ്റി ഫീച്ചർ ഉണ്ട്, SOS ഫീച്ചർ ഉണ്ട്, നമുക്ക് ടോ ഫീച്ചർ ഉണ്ട്, പിന്നെ Kia Connect എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ട്. പാനറോമിക് സൺറൂഫ് കാണാൻ നിങ്ങൾക്ക് നല്ല ബ്ലാക്ക് ആൻഡ് ചെറിയൊരു വൈറ്റ് അല്ലെങ്കിൽ ബീച്ച് കളർ ഇൻറ്റീരിയറാണ്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട്, കീസും കാര്യങ്ങളിടാൻ. ഇതാണ് നമ്മുടെ വാൽവട്രോണിക് എക്സോസ്റ്റിൻ്റെ കീ. അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ആൻഡ് ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. യെസ്, ഹാൻഡ് റെസ്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക്, ഞാൻ റിയറിലും കൂടെ നിങ്ങൾക്ക് ഇരുന്ന് കാണിച്ചാൽ, ഉള്ളിൽ ബാക്കിൽ നമുക്ക് എയർ പ്യൂരിഫയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് ഗ്ലൗ ബോക്സ് തന്നെ കേട്ടോ. മരുന്നാണിത്, ആരും തെറ്റിദ്ധരിക്കണ്ട. ആംബിയൻ ലൈറ്റിംഗ് ഉണ്ട്, അത് കുറച്ച് ഇരുട്ടത്ത് നമുക്ക് കാണാൻ പറ്റുള്ളൂ ആ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ. പക്ഷേ നല്ലൊരു അടിപൊളി ഇൻഫോർടൈൻമെൻറ്റ് ഡിസ്പ്ലേ നമുക്ക് കാണാം. നമുക്ക് ഡുവൽ സോൺ ക്ലൈമട്രോണിക് കൺട്രോൾ ആണ്. രണ്ടും നമുക്ക് ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും.
സോ അതാണ് ഓവറോൾ എനിക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ് ഇരിക്കാനും കാര്യങ്ങളൊക്കെ. സീറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് അടിപൊളി സീറ്റ്. എനിക്കിത് ബ്ലാക്ക്, ഇതിൻ്റെ അടുത്തൊരു ടോപ്പ് വേരിയൻറ്റിൽ ഈ ഒരു പീസൊക്കെ ഫുൾ ബ്ലാക്ക് ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ GT ലൈനാണ്. പിന്നെ എക്സ് ലൈൻ എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ഫുൾ ബ്ലാക്ക് ആയിരിക്കും. ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് നമ്മുടെ ഗ്ലാസ്സൊക്കെ വെക്കാൻ. ഇവിടെയാണ് ലൈറ്റിൻ്റെയും പിന്നെ നമ്മുടെ സൺറൂഫിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വന്നത്. ആൻഡ് യെസ്, ഇത്രേ ഉള്ളൂ. ഈ ഭാഗത്ത് നമുക്ക് നോക്കാൻ പോയാൽ ബാക്കിലും കൂടെ ഞാൻ ഇരുന്ന് കാണിച്ചിട്ടാണ്. സ്റ്റിയറിംഗ് വീലിലെ സ്റ്റിയറിംഗ് ഫുൾ കൺട്രോൾസ് ആണ് കേട്ടോ. ഓഫ് ആയി പോകുമ്പോൾ കീയുടെ ഫുൾ ആഡ് തന്നെ വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഓക്കെ ചേച്ചി, അത് നമ്മുടെ ഡാഷ് ക്യാം ആണ്. വളരെ യൂസ്ഫുൾ ആയിട്ടൊരു സാധനം ഡാഷ് ക്യാം, ഫ്രണ്ടും ബാക്കും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ സ്റ്റിയറിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചെറിയ സ്റ്റിയറിംഗ് ആണ്, ഫുൾ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ജസ്റ്റ് റിയറിലും കൂടി ഇരുന്ന് കാണിച്ചില്ല കേട്ടോ. യെസ്, ഇതാണ് റിയറിൽ ഒരു നമുക്ക് പിള്ളേർക്ക് ഇരിക്കാനുള്ളൊരു സീറ്റ് ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേസ് ഉണ്ട്, കുഴപ്പമില്ല. ബാക്കിൽ നമുക്ക് ഇതേ 2 USB-C ടൈപ്പ് ചാർജർ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ചെറിയ പോക്കറ്റ്സും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നല്ല കുഴപ്പമില്ലാത്ത ഒരു കംഫർട്ട് അല്ലെങ്കിൽ ഒരു സ്പേസ് എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് 5'6" ആണ്. എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിക്കാം. പാനറോമിക് സൺറൂഫ്, വലിയ സൺറൂഫാണ്. നല്ല വെയിലടിക്കും, നല്ല രസമാണ് വെയിലത്ത് ഇരുന്ന് ഇതിൻ്റെ അകത്ത് പോകാൻ. ഇതൊക്കെ അടച്ചിട്ടിട്ട് പോണതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ആൻഡ് ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സ്മാർട്ട് പ്യൂർ എയർ. ഇതൊരു വൈറസ് അതായത് എയർ പ്യൂരിഫയർ ഇതിൻ്റെ അകത്ത് ഓൾറെഡി അവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ സെൻറ്ററിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇവിടെ സ്റ്റോറേജ് സ്പേസിന് വേണ്ടി ബോട്ടിൽസും കാര്യങ്ങളൊക്കെ വെക്കാം. പിന്നെ ബ്ലൈൻഡ്സ് ഉണ്ട് ബാക്കിൽ. നമുക്ക് ഈ ബ്ലൈൻഡ്സ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതൊക്കെ സ്റ്റോക്ക് തന്നെ തന്നെയാണ്. ഇവിടെ ലൈറ്റ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൊള്ളാം, കുഴപ്പമില്ലാത്തൊരു സ്പേസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. റിയലിൽ ബൂട്ട് സ്പേസ് 433 ലിറ്റേഴ്സാണ് ബൂട്ട് സ്പേസ് വന്നേക്കണത്. വിശാലമായിട്ടിരിക്കട്ടെ. 4 പേർക്ക് ബാക്കിൽ എൻ്റെ സൈസുള്ള ഒരു 3 പേർക്ക് കുഴപ്പമില്ലാത്ത രീതി ഇരുന്ന് പോവാം. ഇവിടെ നമുക്ക് ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. എൻ്റെ പൊന്നെ ചേച്ചി മതി, ഞാൻ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ സംഭവം കൊള്ളാം. ഞാൻ റിയലിലെ ബൂട്ട് സ്പേസും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ അടുത്ത വേരിയൻ്റാണ് ഇത് ഒരു റെഡ് സ്റ്റിച്ചിങ് ആയിരിക്കും വരുന്നത്. ബ്ലാക്കിൽ റെഡ് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. ആൻഡ് റിയലിലെ ബൂട്ട് സ്പേസും കൂടെ കാണിച്ചു കേട്ടോ. ദിസ് ഈസ് ദ ബൂട്ട് സ്പേസ്. കണ്ടോ, 433 ലിറ്റേഴ്സ് ഓഫ് ബൂട്ട് സ്പേസ് ആണ് ഇതിന് കൊടുത്തേക്കണം. ഇതിൻ്റെ അടിയിലാണ് നമുക്ക് സ്റ്റെപ്പിനെയും കാര്യങ്ങളൊക്കെ വന്നെ. കണ്ടോ, സ്റ്റെപ്പിനെയും അതിൻ്റെ ആ ഒരു കോഷൻ സിമ്പലും പിന്നെ സെൻറ്ററിൽ ഇതിൻ്റെ ഇതും ഇരിക്കുന്നുണ്ട്, ടൂൾസും കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഇതിൻ്റെ മെയിൻ സാധനം ഞാൻ നിങ്ങൾക്ക് ഒന്ന് കേൾപ്പിച്ച് തരട്ടെ. ഇനി എക്സോസ്റ്റ് സൗണ്ട് ഒന്ന് ഞാൻ കേൾപ്പിച്ച് തരാമേ. വണ്ടി ഓൾറെഡി ഞങ്ങളിപ്പോൾ ഓടിച്ചിട്ട് വന്നേ ഉള്ളൂ. സൗണ്ട് കേൾക്കണ്ടോ നിങ്ങൾക്ക്? സ്പോർട്സിൽ ഇടുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു രസം. സ്പോർട്ട് പോപ്സ് ആൻഡ് ബാങ്ക്സും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മതി. കൊള്ളാം. നല്ല സൗണ്ട്. അപ്പോൾ ഇതാണ് വാൽവട്രോണിക്. ഓഫ് ചെയ്തടാ. ഓഫ് ചെയ്തപ്പോൾ സൈലൻ്റ്. ഒന്നുകൊണ്ട് കല്ലുതേ കണ്ട, നോ സൗണ്ട്. അതാണ് വാൽവട്രോണിക്. ആവശ്യമുള്ളപ്പോൾ നമുക്ക് സൗണ്ട് വെക്കാം, ആവശ്യമുള്ളപ്പോൾ സൗണ്ട് നമുക്ക് എടുത്ത് കളയാം. ഓക്കെ, സോ ലെറ്റ്സ് ഡ്രൈവ് ഇറ്റ്. സോ നമ്മൾ കയറി ചെയ്യുന്നു സ്പോർട്ട് മോഡിലാണ്. ആൻഡ് മാനുവൽ പാഡൽ ഷിഫ്റ്റർ ഉണ്ട്. സോ ലെറ്റ്സ് ഗോ. വീൽ സ്പിൻ. മോനെ പൊട്ടുട്ടോ പയ്യെ. അതാണ് വണ്ടിയുടെ സൗണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആണ് മുതലാളി സഫൽ. അപ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് ഞാൻ ഒന്ന് ഓടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് സഫലിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് നോക്കാം. അപ്പോൾ വണ്ടി ഞാൻ കുറച്ച് 2 ദിവസം മുന്നേ ഓടിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് ഓടിക്കാൻ. പ്രത്യേകിച്ച് ആ ഒരു എക്സോസ്റ്റ് മാപ്പൊക്കെ ചെയ്തപ്പോൾ വണ്ടി കുറച്ചും കൂടെ ഫ്രീ ആയി. ഇതിന് മുമ്പ് ഓടിച്ചതിനേക്കാളും കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ സ്റ്റിയറിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഈ റെഡ് ഈ ഒരു ഇൻസേർട്ട് കൊടുത്തേക്കണം കേട്ടോ, നമ്മുടെ പാഡൽ ഷിഫ്റ്ററിൻ്റെ എക്സ്റ്റെൻഡർ. നല്ല രസമുണ്ട് കാണാനായാലും യൂസ് ചെയ്യാനായാലും. അപ്പോൾ കുറച്ച് വലിയതായതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു പിടുത്തം അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ അത്? ഇതിന് പൊട്ടിക്കാൻ എന്തൊരു ടെക്നിക്ക് ഉണ്ടല്ലോ. ഇങ്ങനെയാണ് പൊട്ടിക്കണത്. അതായത് ഒരു RPM കയറ്റി പിടിച്ചിട്ട് പയ്യെ ത്രോട്ടിൽ എടുക്കുമ്പോൾ
ഇതിങ്ങനെ പൊട്ടും പെട്ട പോപ്സ് ആൻഡ് ബാങ്സ്. അത് മാപ്പിൽ ചെയ്യണം കേട്ടോ. അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, വേണ്ടെങ്കിൽ നമുക്ക് എടുത്ത് കളയാം. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഈ സാധനം ഉണ്ടാവും എന്നുള്ളതൊന്നുമില്ല. നമ്മുടെ ഇഷ്ടം പോലെയാണ് അത് ചെയ്യണത്. ആൻഡ് ഓവറോൾ കംഫർട്ടബിൾ, ഇരിക്കാനൊക്കെ നല്ല സുഖമുണ്ട്. എനിക്ക് ഈ ഒരു കോക്പിറ്റ് ഏരിയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫുൾ ബ്ലാക്ക്ഡ് ഔട്ടിൽ ഈ ഒരു സ്റ്റിച്ചിങ്ങും കൂടെ റെഡ്. ഇതിൻ്റെ അടുത്ത വേരിയൻറ്റിലാണല്ലേ റെഡ് ഉള്ളത്. എക്സ് ലൈനിൽ സ്റ്റിച്ചിങ് റെഡാണ്. പക്ഷെ അത് ഇതിലും കൂടെ കിട്ടിയിരുന്നെങ്കിൽ നല്ല രസമാണ്. കാരണം ഈ റെഡ് ഇൻസേർട്ടും പിന്നെ ഇവിടെ റെഡ് ആ ഒരു ഫിനിഷൊക്കെ വന്നിരുന്നെങ്കിൽ അടിപൊളിയാണ്. ബട്ട് ഇറ്റ്സ് റിയലി പവർഫുൾ. നമ്മളിങ്ങനെ അതാണ്. പിന്നെ ഇതിന്റെ സസ്പെൻഷൻ വൈസ് ഇതൊരു മിഡ് റേഞ്ച് ആട്ടോ. അത്ര സോഫ്റ്റ് കംഫർട്ട് ഇറ്റ്സ് ഓക്കെ. നമുക്ക് അത്ര കംഫർട്ടബിൾ പിന്നെ കംഫർട്ടിന്റെ വേറെ ലെവൽ എന്ന് പറയില്ല, ബട്ട് കുഴപ്പമില്ല. ഇപ്പൊ ഈ ബാഡ് റോഡ്സ് ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളൊന്നും അറിയണില്ല. പക്ഷെ ഒരു മിഡ് റേഞ്ച് ആണ്. നമുക്ക് കുറച്ച് സ്പോർട്ടി ആയിട്ട് ഓടിക്കണമെങ്കിൽ അത്യാവശ്യം വണ്ടി സ്റ്റേബിലിറ്റി ഉണ്ട്. ഇതിങ്ങനെ ഇപ്പൊ നിർത്ത് വണ്ടി അടി. ഒന്ന് തുടങ്ങിയ പിന്നെ നിർത്തൂല. അതെ, പടക്കം ബഷീർ. ഞങ്ങൾ പടക്കം ബഷീർ എന്നാണ് ഇപ്പൊ ഇതിനെ പേരിട്ടേക്കണത്. പിന്നെ ഇതിലൊരു ഇപ്പൊ നമ്മൾ ഇൻഡിക്കേറ്റർ ഏത് സൈഡിലേക്കാണ് ഇടുന്നത് അവിടെ ഈ റൗണ്ട് മാറി അവിടെ ക്യാമറ വരും കേട്ടോ. കണ്ടോ, നമ്മുടെ ORVMലെ ക്യാമറ വ്യൂ നമുക്ക് അതിൽ കിട്ടും. നല്ല രസമുണ്ട് അത്. ഈ ചെറിയ ചെറിയ റൂട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ അതൊക്കെ നല്ല യൂസ്ഫുൾ ആണ്. ചെറിയ സാധനങ്ങളാണെങ്കിലും കുറെ വയർലെസ് ചാർജറൊക്കെ ഉണ്ടെന്ന് തോന്നണല്ലേ. വയർലെസ് ചാർജറും ഇതിന്റെ അകത്ത് വയേർഡ് ആണോ, വയർലെസ് അല്ല? ഓക്കെ വയേർഡ് ആണ്. അപ്പൊ ആൻഡ്രോയിഡ് ഓട്ടോ. ഓക്കെ, സോ വി ഹാവ് സഫൽ വിത്ത് അസ്. അപ്പൊ നമുക്ക് സഫലിന്റെ കയ്യിൽ നിന്ന് തന്നെ കുറച്ച് കേൾക്കാം എന്താണ് വണ്ടിനെ പറ്റി പറയാനുള്ളത്. നേരത്തെ സഫലിൽ ഏത് വണ്ടിയത്? റാപ്പിഡ് അല്ലേ? അതിപ്പോഴും ഇല്ലേ? ഇപ്പോഴും കയ്യിലുണ്ട്. റാപ്പിഡ് DSG ഡീസൽ അല്ലേ? സ്റ്റേജ് 1 ട്യൂൺഡ് ആണ്. അതും സ്റ്റേജ് 1 ട്യൂൺഡ് ആണ്. സസ്പെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് അല്ലേ? ഡോക്ടർ നാനോയുടെ സ്പ്രിങ്സ് കോയിലോസ് ആണ് ചെയ്തേക്കണേ. ഓക്കെ, കൂൾ. അപ്പൊ എന്തുകൊണ്ട് ഇതിലേക്ക് കിയ? ഒന്നാമത് ഇതിന്റെ ഭംഗി, ലുക്ക് വൈസ് അല്ലേ? ഇതും ക്രെറ്റയാണ് ഞാൻ നോക്കിയത്. എനിക്ക് എന്റെ പേഴ്സണൽ ഒരു എനിക്ക് ഇതാണ് ഇതിന്റെ ലുക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് അട്രാക്ഷൻ വന്നത്. പിന്നെ ഓടിച്ചു നോക്കിയപ്പോൾ പെട്രോൾ എഞ്ചിനാണ്. അതിൻ്റെതായ ഒരു പെർഫോമൻസ് എനിക്കൊരു ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാനിത് ഓപ്റ്റ് ചെയ്തു വണ്ടി. അപ്പൊ ഡീസൽ ടു പെട്രോൾ? ഡീസൽ ഒരു ചേഞ്ച്, ഒരു എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ അടിച്ച്. അതെ, പെട്രോൾ ഇപ്പൊ കണ്ടില്ലേ? കണ്ട അപ്പൊ അതാണ് കാരണം. അപ്പൊ ഈ GT ലൈനിലും ഇപ്പൊ ഒരു വണ്ടി എടുക്കാൻ പോകുമ്പോ ഇപ്പൊ സെയിം എഞ്ചിൻ സെയിം ഗിയർ ബോക്സ് ഉള്ള ബേസ് വേരിയന്റ് ഒക്കെ ഉണ്ടല്ലോ. എന്തുകൊണ്ട് ഈ GT ലൈനിലേക്ക് വന്നു? അല്ലെങ്കിൽ ബേസ് വേരിയന്റ് അല്ല, സെയിം ഗിയർ ബോക്സും കുറച്ചും കൂടെ കുറഞ്ഞ മോഡൽ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഈ GT ലൈനിലേക്ക് വന്ന് കയറിയത്? കുറച്ചും കൂടി ഫീച്ചേഴ്സ് നോക്കിയിട്ടാണ് അട്രാക്ഷൻ എനിക്ക് വന്നു. അപ്പോ അതുകൊണ്ട് ഞാനിത് ഓപ്റ്റ് ചെയ്തു. ഫീച്ചേഴ്സ് ലൈക്ക് ഇതിനിപ്പോ എക്സ്ട്രാ എന്താ ബേസിൽ കാണിക്കുന്ന അഡാസ് വന്നുണ്ട്. പിന്നെ അലോയ്സ് 18 ഇഞ്ച് വന്നുണ്ട് അല്ലേ? ലുക്ക് വൈസിൽ ചെറിയ വ്യത്യാസങ്ങൾ. അതായത് അലോയ്സിലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ലുക്കിലാണ് അപ്പൊ മെയിൻ ഈ GT ലൈനിലേക്ക് വന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ 16,000 കിലോമീറ്റർ അല്ലേ? എങ്ങനെ ഇപ്പൊ 60,000 കിലോമീറ്റേഴ്സ് ആയി. എന്താ ഡെയിലി യൂസ് വണ്ടിയാണ്? എന്താ മൈലേജ് കിട്ടുന്നുണ്ട്? മൈലേജ് സിറ്റി യൂസ് ഒക്കെയാണ് എനിക്കൊരു 10. ഓക്കെ, ഇപ്പൊ മാപ്പ് ചെയ്ത വണ്ടി ശരിയാണ്. നമ്മൾ പവർ കൂട്ടി 30 PS 16 Nm ഓഫ് ടോർക്ക് ഒക്കെ കൂടിയുണ്ട്. പിന്നെ എയർ ഇൻടേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന് മുമ്പ് എന്ത് മൈലേജ് ഉണ്ട്? അത് കഴിഞ്ഞിട്ട് എന്ത് മൈലേജ് ഉണ്ട്? എനിക്ക് സ്റ്റോക്കിൽ എനിക്കൊരു 8.5 മൈലേജ് കിട്ടിയത്. ഓക്കെ, എനിക്ക് 8.5 യെസ്. ഓക്കെ, സിറ്റിയിൽ കേട്ടോ. അത് മാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കൊരു 10.5 മാപ്പ് ചെയ്തിട്ട് ഗുണം ഉണ്ടായെന്നാ പറഞ്ഞപ്പോ? ഗെയിൻഡ് ആണ്, ഗുണം ഉണ്ടായിരുന്നു. അടിപൊളി. അപ്പൊ അത്രയും ഒരു 2 km/ലിറ്റർ വ്യത്യാസം വന്നിട്ടുണ്ട് മാപ്പ് ചെയ്തിട്ട്. അതിപ്പോ സ്റ്റേജ് 1 ചെയ്തപ്പോ തന്നെ അത്രയും വ്യത്യാസം ഉണ്ടോ? അതോ സ്റ്റേജ് 2ലേക്ക് വന്നപ്പോഴാണോ? സ്റ്റേജ് 2ലേക്ക് ഡയറക്റ്റ്ലി ചെയ്തത്. ഡയറക്റ്റ് സ്റ്റേജ് 2 ചെയ്തു. ഓക്കെ, അപ്പൊ സ്റ്റേജ് 2 ചെയ്തപ്പോൾ ഡയറക്റ്റ് ഒരു എയർ ഇൻടേക്കും പിന്നെ ഫുൾ സിസ്റ്റം വാലോട്രോണിക് എക്സോസ്റ്റും ചെയ്തു. അപ്പൊ എന്താ ഓൺ റോഡ് പ്രൈസ് എത്ര ഉണ്ട് ഈ വണ്ടി? ഇപ്പൊ ഏത് ഇയർ വണ്ടി? 2023 ഓക്കെ, 2024 ഇത് എന്ത് പ്രൈസ് വന്നു? അപ്പോ എനിക്ക് 23 lakhs സംതിങ് വന്നു ഓൺ റോഡ്. അത് കൂടാണ്ട് ഇപ്പൊ ഈ മാപ്പ് ചെയ്യാനും എക്സോസ്റ്റ് എല്ലാം കൂടെ എന്ത് പ്രൈസ് ആയി? ഒക്കെ കൂടി ഒരു 1.2
1.2 lakhs ആയിട്ടുണ്ട് മോഡിഫൈ ചെയ്യാനല്ലേ? ട്യൂണിങ്ങും ഫിൽറ്ററും എല്ലാം കൂടെ. ഓക്കെ. അപ്പൊ എത്ര ഇതിന്റെ സർവീസ് വന്നാൽ 10,000 കിലോമീറ്റേഴ്സ് ആണോ? 10,000 സർവീസ് വന്നത്. 10,000 അല്ലെങ്കിൽ 1 year ആണോ? 1 year. ഓക്കെ. അപ്പൊ എന്ത് കോസ്റ്റ് വന്നു സർവീസിൽ? എനിക്ക് ഫസ്റ്റ് സർവീസിൽ എനിക്കൊരു 2,500 വന്നുള്ളൂ. 2,500 rupees വിത്തൗട്ട് വാഷ് കേട്ടോ, ഞാൻ വാഷ് ചെയ്യിപ്പിച്ചില്ല. അപ്പൊ ഈ സർവീസ് പാക്കേജ് നിങ്ങൾ എടുത്തിട്ടുണ്ടായ? ഇല്ല എനിക്ക് ഒരു മണിക്കൂർ കൊണ്ട് കിയ എൻജിയോൺ കിയ സർവീസ് ചെയ്തു തന്നു. ഒറ്റ മണിക്കൂർ എടുത്തുള്ളൂ. ഓക്കെ. ഫസ്റ്റ് സർവീസ് അതായത് 10,000 സർവീസ്. പിന്നെ അടുത്ത 20,000 ഇപ്പൊ 16 സംതിങ് ആയിട്ടുണ്ട്. ഇനി ഒരു 3 മാസം കൂടി ഉണ്ട്. ഓക്കെ. ജസ്റ്റ് റാപ്പിഡ് ആയിട്ട് ചോദിക്കാം, ഈ വണ്ടിയിൽ ഇഷ്ടപ്പെടാത്ത ഒരു കുറച്ച് കാര്യങ്ങൾ, അത് 3-4 കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ ഇത് ഇമ്പ്രൂവ് ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ഈ ഫീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഒന്നാമത്തെ കാര്യം എനിക്ക് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ കാർപ്ലേ. യെസ്, അത് വളരെ യൂസ്ഫുൾ ആണ്. അത് ശരിയാണ്. അത് എന്റെ ജിമിനിയിൽ വരെ വയർലെസ് ആണ്. റാപ്പിഡിലും ഇല്ല. പക്ഷെ നമുക്ക് അത് എനിക്ക് തോന്നുന്നു ഒരു ഡിവൈസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലേ? അതെ. അപ്പൊ അത് ശരിയാണ്. അതെന്താ അതുള്ളത് ഇപ്പൊ ഭയങ്കര യൂസ്ഫുൾ ആ സത്യം പറഞ്ഞാൽ. പിന്നെ വന്നത് ഹെഡ്ലൈറ്റ് കുറച്ചും കൂടിയും പവർഫുൾ ഹെഡ്ലൈറ്റ് ആയിരുന്നെങ്കിൽ. ഇതിപ്പോ പവർഫുൾ അല്ല, ഇത് ഇത്ര ഫുൾ LED ആണ്. ഫോഗ് ലാമ്പ് പോരാ, അത്ര നമുക്ക് വിസിബിൾ അല്ല രാത്രി കൂടുതലും അല്ലേ? അതെ. ഓക്കെ. അപ്പൊ ലൈറ്റ് ഭംഗിക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അതെ ഭംഗിയാണ്, പക്ഷെ കുറച്ചും കൂടി വിസിബിൾ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി. പക്ഷെ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. കാര്യം ഇത് ഫുൾ സെറ്റിൽ വന്നോണ്ട് പണ്ടത്തെ പോലെ ബൾബ് മാറ്റിയിടുക അല്ലെങ്കിൽ മറ്റേ HID ആക്കി അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല. ഇനി വേണമെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് നമുക്ക് വേറെ. ഇതിന് ആഫ്റ്റർ മാർക്കറ്റ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇത് കാണാൻ അതേപോലെ ആയിരിക്കും, LED പവർ കൂടുതലായിരിക്കും. അതെ പവർ കൂടുതലായിരിക്കും. ഓക്കെ, അടിപൊളി. പിന്നെ അഡാസിന്റെ സൗണ്ട് ആണ് കേട്ടത്, വണ്ടി വന്നിട്ടുള്ള. അതെ, ബ്ലൈൻഡ് സ്പോട്ട് സാധനം. ഇപ്പൊ ഫ്രണ്ടും ഇപ്പൊ ലൈൻ അസിസ്റ്റും ഫ്രണ്ടും ഓഫ് ആണ്. ഓക്കെ, ബാക്കിയെല്ലാം ഓൺ ആണ്. റിയറിലെ എല്ലാം ഓൺ ആണ് അല്ലേ? ഓ, ഓഫ് എക്സോസ്റ്റ് ഓഫ് ആട്ടോ, പക്ഷെ പെർഫോമൻസ് എപ്പോഴും ഏറ്റിക്കൊണ്ട് പോകാണ്. അപ്പൊ ഇതും ഇപ്പൊ DCT ഉണ്ട്, DSG ഗിയർ ബോക്സ് രണ്ടും ഉണ്ട്. 1.2 പോളോ ഒക്കെ ഓടിച്ചിട്ടുള്ളതാണല്ലോ. എന്താ നല്ല ഡിഫറൻസ് തോന്നുന്നുണ്ടോ ഇതിന്റെ ഗിയർ ബോക്സും പോളോയുടെ ഗിയർ ബോക്സും? എനിക്ക് വ്യത്യാസം തോന്നുന്നുണ്ട്, ചെറിയൊരു ലാഗ് ഇതിനുണ്ട്. DCT ഗിയർ ബോക്സിനുണ്ട്. ഞാൻ DST ആണ് കൂടുതൽ യൂസ് ചെയ്യണത് റാപ്പിഡില്. പക്ഷെ ഒരു ലാഗ്, ചെറിയൊരു മൈന്യൂട്ട് ലാഗ് ഉണ്ട്. അത് ഓടിച്ച് ആ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ആദ്യമായിട്ട് ഓടിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് DCT ഒരേപോലെ സെയിം ഗിയർ ബോക്സ് ആണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഓടിച്ച് അറിയാവുന്നവർക്ക് മനസ്സിലാവും DSTയും DCTയുടെയും കുറച്ചും കൂടി സ്മൂത്ത് ആണ് DSG അല്ലേ? DST. പിന്നെ എനിക്ക് ഇതിന്റെ ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഇഷ്ടപ്പെട്ട കാര്യം പറഞ്ഞോളൂ. കുറ്റൊക്കെ കഴിഞ്ഞു. ഇനി നല്ലത് പറഞ്ഞു. ക്ലസ്റ്റർ കാണാൻ നല്ല അടിപൊളിയാണ്. എക്കോ നോർമൽ ഇടുമ്പോഴൊക്കെ അതിന്റേതായ ക്ലസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ വെതറിന്റെ ക്ലസ്റ്റേഴ്സ് ഉണ്ട്. വെതർ അപ്ഡേറ്റ്സ് ഉണ്ട്. അതും രസമാണ്. മഴ പെയ്യുമ്പോ മഴയൊക്കെ കാണിക്കും. പിന്നെ സൺസെറ്റ് സമയത്ത് സൺസെറ്റിന്റെ കാണിക്കും. സിങ് വിത്ത് ടൈം ആൻഡ് വെതർ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലസ്റ്റർ മൊത്തം മാറും. സീൻ സാധനം. ക്ലൗഡ്സ് ഇപ്പൊ ക്ലൗഡി ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കണേ. അതെ, മഴ ചെയ്താൽ മഴ പോലെ കാണിക്കും. സൺസെറ്റ് സമയത്ത് സൺസെറ്റിന്റെ ഫുൾ യെല്ലോയിഷ് ക്ലൗഡ് ആയിരിക്കും. വണ്ടിയിൽ എക്സോസ്റ്റ് ചെയ്തിട്ട് ഓടിക്കുമ്പോൾ ഫീല് സാധാരണ ഒരു സെഡാൻ വണ്ടിയിൽ ഒക്കെയാണ് നമ്മൾ അങ്ങനെ ഒരു ഓടിച്ചിട്ടുള്ളൂ. ഇതൊരു മിനി ഒരു SUV പോലെയാണല്ലോ. അതിലൊരു എക്സോസ്റ്റ് ഇട്ട് ഓടിക്കുമ്പോൾ വേറൊരു ഇത് ഇവൻ പറയാൻ കാരണം എനിക്ക് കുറെ നാളായിട്ട് അറിയാം. ഇവൻ എനിക്ക് ഇതുണ്ട്, ഫാബിയ ഉണ്ടായല്ലേ? ഫാബിയ പെട്രോൾ ആയിരുന്നോ? ഡീസൽ. ഇവന് എല്ലാം ഡീസൽ വണ്ടി കിടന്ന് കളിച്ചതാ. ഇപ്പോഴാണ് പെട്രോളിലേക്ക് വന്നത്. അതിന്റെ സന്തോഷം നല്ല രീതിയിലുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ അകത്ത് ഈ ഇപ്പൊ എക്സോസ്റ്റ് ചെയ്തിട്ട് സ്റ്റേജ് 2 ചെയ്തത്. അത് എനിക്ക് വണ്ടി എടുത്തത് തന്നെ അതിനു വേണ്ടിയാണ് ഇവൻ, എനിക്കറിയാം. അപ്പൊ അത് അതെ, ഞാൻ എന്റെ ബ്രിയോയില് ചെയ്യാൻ പ്ലാനൊക്കെ ഉണ്ടായി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ജിമ്മിയിൽ ചെയ്തിട്ടു നമ്മള്. പക്ഷെ അതൊരു രസമാണ്. പെട്രോൾ വണ്ടിയിൽ എക്സോസ്റ്റും ഒരു മാപ്പൊക്കെ ഇട്ട് വണ്ടി കുറച്ചും കൂടെ സ്മൂത്ത് ആകുമ്പോഴത്തേക്കും വേറെ ഫീൽ തന്നെയാണ് അത് ഓടിക്കാനായിട്ട്. അത് ചെയ്യണവർക്ക് അറിയാം ഇതെന്താന്ന്.
അതേപോലെ പെട്രോളും കുടിക്കും. അതെ, അത് പെട്രോൾ കുടിക്കും, അത് വേറെ കാര്യം. നമ്മൾ കാല് കൊടുക്കുന്ന അനുസരിച്ച്. പക്ഷെ മാപ്പ് ചെയ്ത ഗെയിൻ ഉണ്ട്. മര്യാദക്ക് ഓടിക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു 1-2 ലിറ്റർ 1-2 കിലോമീറ്റർ പെർ ലിറ്റർ നമുക്ക് കൂടുതൽ കിട്ടും. അതുപോലെ മെനക്ക് ഓടിച്ചാൽ കിട്ടുന്നുണ്ട്. അതെ, അതേപോലെ കാല് കൊടുത്ത് ഓടിച്ചാൽ അതേപോലെ ഓടിക്കുന്നുണ്ട്. പിന്നെ 95 ആണ് അടിക്കുന്നത് ഒക്ടെയിൻ. ഇപ്പൊ 95 അടിച്ചാലും നോർമൽ അടിച്ചാലും എല്ലാത്തിലും മദ്യം എല്ലാം മദ്യം മിക്സാ. അപ്പൊ ഇപ്പൊ എനിക്ക് പറഞ്ഞാൽ ഇപ്പൊ എത്തനോൾ ഇല്ലാത്ത ഒരു പെട്രോൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 100 ആണ്, XP 100, അത് 160 രൂപയാണ് അത് ലിറ്റർ. പക്ഷെ ഇതൊക്കെ E20 കോമ്പാറ്റബിൾ ആണല്ലോ. പിന്നെ എങ്ങനെയുണ്ട് ഇത് ഹാൻഡ്ലിങ്? ലൈക്ക് പൊതുവെ ഇപ്പൊ ഫാബിയോ ഒരു ഹാച്ച് ബാക്ക് ഓടിച്ചിട്ടുണ്ട്, സെഡാൻ ഉണ്ട്, ഇതൊരു ഒരു മിഡ് സെഗ്മെന്റ് SUV ഇപ്പൊ ഉണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് വ്യത്യാസം ഹാൻഡ്ലിങ്, ലൈക്ക് ഓവറോൾ വണ്ടി കൊണ്ടു നടക്കാൻ ഈ ഒരു സൈസ് ഡിഫറൻസ്? ഒരു ആവറേജ് ഫാമിലി കാർ എന്ന് പറയൂലേ. ബുദ്ധിമുട്ടാണ് ഇത് ബുദ്ധിമുട്ടാണ്? ഇല്ല, കംഫർട്ടബിൾ ആണ് കൊണ്ടുപോയി പാർക്ക് ചെയ്യാനും ഒക്കെ. പിന്നെ 360 ഡിഗ്രി ക്യാമറ ഉണ്ട്. പാർക്ക് ചെയ്യാൻ അറിയാത്ത ആൾക്കാരാണെങ്കിലും ഒരു നാക്ക് ഉണ്ടെങ്കിൽ അത് നോക്കി സുഖമായിട്ട് വണ്ടി പാർക്ക് ചെയ്യാം. മുട്ടോ ഇല്ലയോ എന്ന് ഇറങ്ങി നോക്കേണ്ട ആവശ്യമില്ല. 360 കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും, ക്ലിയർ ആണ്. ഞാൻ ബ്ലാക്ക് എടുക്കാൻ കാരണവും അത് തന്നെയാണ്. കഴുകി ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗിയാണ്. എന്നാ അതേപോലെ പൊടിയും സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വരും. എന്റെ റാപ്പിഡ് വൈറ്റ് ആണ്, എന്നാ ഇതൊരു ബ്ലാക്ക്. പിന്നെ മച്ചാനെ ഇത് ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? ഞാൻ ഓടിച്ചിട്ട് നല്ല. ഞങ്ങള് രണ്ട് ദിവസം മുന്നേ രാത്രി ഞാൻ ഓടിച്ചു. ഇത് നല്ല വ്യത്യാസമുണ്ട് വണ്ടി. ഇത് സ്റ്റോക്ക് ആയിരുന്നപ്പോൾ ഞാൻ ഓടിച്ചിട്ടുണ്ട്. അത് ഓടിക്കുമ്പോഴും ഇത് ഓടിക്കുമ്പോഴും ഭയങ്കര ഒരു ത്രോട്ടലിന് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. വണ്ടി കുറച്ചും കൂടെ ഫ്രീ ആയ പോലത്തെ ഒരു മൂഡാ. നല്ല രസമുണ്ട്. അത് കേൾക്കും മാപ്പ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറി വണ്ടി കുറച്ചും കൂടെ ഫ്രീ ആവും. അത് നമുക്ക് ഓടിക്കാൻ ഡ്രൈവബിലിറ്റിയിൽ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആണ് ഇത് കൊണ്ടുവരുന്നത് സത്യം പറഞ്ഞാൽ. പിന്നെ ഇതിന്റെ സ്പോർട്സ് മോഡിൽ വണ്ടി കുറച്ചും കൂടെ സ്റ്റിഫ് ആവും കേട്ടോ. നമ്മുടെ സ്റ്റിയറിംഗ് ഒക്കെ ആയാലും കുറച്ചും കൂടെ സ്റ്റിഫർ ആവും. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം ഉണ്ട്. സ്പോർട്ട് മോഡിലിട്ടൊക്കെ കാലെടുത്തൊക്കെ ഓടിച്ചാൽ നല്ല രസമാണ്. നമുക്ക് നല്ല പറപ്പിക്കാൻ വണ്ടിയായിട്ട്. നമ്മളെല്ലാരും മാപ്പ് ചെയ്യുമ്പോൾ ആദ്യം പറയണത് ബ്രേക്സ് അപ്ഗ്രേഡ് ആണ്. പക്ഷെ ഈ വണ്ടിക്ക് എനിക്കത് തോന്നിയില്ല. സത്യം, എനിക്കും തോന്നിയില്ല. ബ്രേക്സ് അടിപൊളിയാ, ഒരു രക്ഷയില്ലാത്ത ബ്രേക്ക് ആട്ടോ. കാര്യം 4 ഡിസ്ക് ആയതുകൊണ്ടാണ് തോന്നുന്നു. അതെ, എനിക്ക് 4 ഡിസ്ക് ആയതുകൊണ്ട് തന്നെ നല്ല ബ്രേക്കിംഗ് ഉണ്ട്. ഈ ഒരു സ്റ്റേജ് 2 ചെയ്തിട്ടും 30 bhp കൂടിയിട്ടാണെങ്കിലും ഇതിന് അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് പെർഫോമൻസ് വണ്ടി കിട്ടുന്നുണ്ട്. എനിക്ക് ഒരിക്കലും ബ്രേക്ക് പാഡ്സ് പോലും എനിക്ക് കൂടിയ ബ്രേക്ക് പാഡ്സ് ഇടണമെന്ന് തോന്നിയില്ല. നല്ല ബ്രേക്കിംഗ് പെർഫോമൻസ് ഈ വണ്ടിക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട്. സോ അത് ഒരു ഭയങ്കര വലിയ പ്ലസ് പോയിന്റ് ആണ് ഈ സെൽട്ടോസിന്റെ. ഇനി എന്താ അടുത്ത ചെയ്യാനുള്ള വണ്ടിയില്? ഇനി അടുത്തത് എന്ത് ചെയ്യാൻ? ഇങ്ങനെ കൊണ്ടുനടക്കാനാ രസം ശരിക്കും. കഴിഞ്ഞു സ്റ്റോക്ക് വണ്ടി, ഇതൊക്കെയാണ് ആഗ്രഹം. പൊട്ടിക്ക, ഒരു മെനക്കി വെറുപ്പിക്കാണ്ട് മെനക്കി നമ്മൾ വണ്ടി കൊണ്ടു നടക്കുക. അതാണ് അതൊക്കെ ചെയ്ത്. ഇത് ഞാൻ മാത്രമല്ല ഓടിക്കുന്നത്, എന്റെ വൈഫ് ഓടിക്കുന്നുണ്ട്, എന്റെ സിസ്റ്റർ ഓടിക്കുന്നുണ്ട്. സിസ്റ്റർ ഇപ്പൊ ഒരു വണ്ടി എടുത്തില്ലേ? സോണറ്റ് എടുത്തു, ഡീസൽ എടുത്തു, കിയയുടെ ഡീസൽ. ഓക്കെ, വൈഫും കൂടി ഓടിക്കുന്നുണ്ട്. ഇതുപോലെ എക്സോസ്റ്റ് വാൽവട്രോണിക് ആയതുകൊണ്ട് സുഖമാണ്. ആവശ്യമുള്ളപ്പോ ഓൺ ചെയ്യാ, ഓഫ് ചെയ്യാ, ഓടിക്കുക അല്ലേ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഒരു സഫലിന്റെ വണ്ടിയുടെ എക്സ്പീരിയൻസ് അവൻ നമ്മുടെ ഒപ്പം ഷെയർ ചെയ്ത്. എനിക്ക് ഓടിച്ചിട്ട് ഇഷ്ടമൊക്കെ പെട്ടു. നമുക്ക് കുറച്ചില്ല ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്ന് തോന്നി. സ്റ്റേജ് 2 ചെയ്തതും ഇങ്ങനെ ഈ മാപ്പ് ചെയ്തതും വണ്ടിയും. കാര്യം നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഇതും കൂടെ ചെയ്തപ്പോൾ നിങ്ങളൊന്ന് കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും അല്ല, എന്നാലും ഒരു യൂസർ എക്സ്പീരിയൻസും അത് കൂടാണ്ട് എന്തൊക്കെയാണ് നമ്മൾ വണ്ടിയിൽ ചെയ്തേക്കണം എന്നുള്ള കാര്യം നിങ്ങളൊന്ന് അറിയിക്കണമെന്ന് തോന്നി. അത് അറിയിച്ചു. അപ്പോൾ തീർക്കാല്ലേ? അപ്പൊ അതായിരുന്നു നമ്മുടെ വണ്ടി. ഇനി ഏത് റാപ്പിഡ് എടുക്കാം നമുക്ക് ഒരു ദിവസം. റാപ്പിഡ് എത്ര കിലോമീറ്റർ? റാപ്പിഡ് അത് 77,000 കിലോമീറ്റേഴ്സ് ഓടിയ നമ്മുടെ DSG ഗിയർ ബോക്സ് ഉള്ള റാപ്പിഡ്. അതിന്റെ ഒരു ഇതേപോലെ ഒരു യൂസർ എക്സ്പീരിയൻസ് നമ്മുടെ സഫലിന്റെ കയ്യിൽ നിന്ന് നമുക്ക് കേൾക്കാവുന്നതാണ്. അപ്പൊ അതൊക്കെ ആയിരുന്നു. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും, നിങ്ങൾക്ക് ഒരു വണ്ടി ഉണ്ടെങ്കിൽ അതിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. സോ യെസ്, അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഞങ്ങൾ ബെല്ലൈക്കൻ ഞെക്കുക. അടുത്ത വീഡിയോയും ബെല്ലിംഗ് അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ്. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ. ഇതൊക്കെ റെക്കോർഡ് ആവണേ എന്റെ ഈശ്വര, എല്ലാം കട്ടായി പോയല്ലേ. ഓക്കെ അല്ലേ? വയറൊക്കെ കിട്ടും സത്യം.
എനിക്ക് അല്ലെങ്കിലും കിട്ടുമായിരുന്നു. ഇതൊക്കെ ഞാൻ ഇടൂട്ടോ. ഓക്കെ.